100 സ്ക്വയർ ഫീറ്റ് സ്ഥലവും 1.5 ലക്ഷം ഉറുപ്പികയും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു സംരംഭകനാകാം. തൊഴിൽ മേഖലയിലേക്ക്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരാണെന്നുള്ളത്, തൊഴിൽ മേഖലയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കും. ഇഫ് യു ഹാവ് എ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിനിയർ മൈൻഡ് സെറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു സംരംഭകനാകാം. നമ്മളെ നിത്യജീവിതത്തിൽ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. ഏതൊരു വീട്ടിലും വെളിച്ചെണ്ണ ഇല്ലാതിരിക്കില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ വെളിച്ചെണ്ണ ശുദ്ധമാണോ, ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ മായമുണ്ടോ എന്നുള്ളത് പലർക്കും അറിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഒളിയൻസ് പ്യുവർ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലാണ്. ഇവിടെ പ്യുവർ കോക്കനട്ട് ഓയിൽ മാത്രമല്ല, കരിഞ്ജീരകം, അതുപോലെ തന്നെ എള്ളെണ്ണ, അങ്ങനെ ഓയിൽ പരമായ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു അവസരം കൂടിയുണ്ട്. അതെന്താണെന്ന് നമ്മൾക്ക് വഴിയേ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വെളിച്ചെണ്ണയുടെ കാര്യം, മായം ചേർക്കുന്ന വെളിച്ചെണ്ണ മനസ്സിലാക്കാനുള്ള ആ ഒരു കാര്യവും, പിന്നെ അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ കാര്യം, ചെറുകിട ബിസിനസ് തുടങ്ങാൻ വേണ്ടി, ചെറിയ മുതൽ മുടക്കിൽ ബിസിനസ് തുടങ്ങാനുള്ള ആ ഒരു കാര്യം കൂടി നമ്മൾക്ക് ഈ ഒളിയൻസിൻ്റെ സ്ഥാപകനായ ഒ ബഷീർ കയോട് തന്നെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചറിയാം. അതുപോലെ തന്നെ ഈ ഒളിയൻസിൻ്റെ ഇവരുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇതിലൂടെ കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ആ ഒരു ഒളിയൻ കോക്കനട്ട് പ്യുവർ ഓയിലിൻ്റെ സംരംഭകൻ ബഷീർക്ക ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ബഷീർക്ക, ഇങ്ങനൊരു വെളിച്ചെണ്ണയുടെ കാര്യത്തിലേക്ക് ഇറങ്ങാനുള്ള കാര്യം എന്തായിരുന്നു? ആക്ച്വലി ഞാനൊരു പ്രവാസിയായിരുന്നു. 1993 പ്രവാസ ജീവിതം അബുദാബിയിൽ തുടങ്ങുന്നത്. അതിനുശേഷം ഞാൻ ഖത്തറിലേക്ക് മാറി. ഖത്തർ എയർവേസിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കംഫോർട്ട് സോണിലായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ മനസ്സിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മനസ്സിൽ ഒരു സംരംഭകൻ്റെ ഒരു മനസ്സെൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു ബിസിനസ്സുകാരനാകണമെന്ന്. ആക്ച്വലി ഞാൻ പല ബിസിനസ്സിലും തളർന്ന് പൊട്ടി. ദുബായിലും അതുപോലെ തന്നെ ഖത്തറിലൊക്കെ ബിസിനസ് ചെയ്തിട്ട് തോൽവി സംഭവിച്ച ഒരാളാണ്. അതുപോലെ തന്നെ നാട്ടിലും. പക്ഷേ എൻ്റെ മേഖല ഒരു വ്യവസായി ആകുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം. വ്യവസായം എങ്ങനെയെങ്കിലും തുടങ്ങി എങ്ങനെയെങ്കിലും ആവണമെന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നുള്ളത് എൻ്റെ ഈ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് എനിക്കൊരു വല്ലാത്തൊരു ഫീൽ ചെയ്തു. കാരണം നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണ മായം ചേർത്ത വെളിച്ചെണ്ണയാണ് കിട്ടുന്നത്, അല്ല മായം ചേർക്കാത്ത വെളിച്ചെണ്ണയാണ് കിട്ടുന്നതിനെ കുറിച്ച് ഒരു പഠനം നടത്തി. അപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയിൽ എത്രത്തോളം മായം ചേർത്തനോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ്. നമുക്ക് അത് വിധേനി പെട്ടെന്ന് പറയാൻ കഴിയില്ല. വെളിച്ചെണ്ണയിൽ മായം ഉണ്ടോ ഇല്ലയോ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. എൻ്റെ വെളിച്ചെണ്ണയിൽ പോലും നിങ്ങൾക്ക് മായം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരിക്കലും പറയാൻ കഴിയില്ല. പിന്നെ എൻ്റെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളൊക്കെ എല്ലാ വെളിച്ചെണ്ണയും വാങ്ങി ഉപയോഗിക്കുന്നത്. അതെ. പക്ഷേ എൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് ഒരു സംഗതി ഞാൻ കണ്ടു. അതിനുശേഷം എനിക്ക് വല്ലാത്തൊരിതായിരുന്നു. ജനങ്ങൾക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുത്താൽ ഈ വെളിച്ചെണ്ണൻ്റെ ഉപയോഗം, ഇതിൻ്റെ ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രോഗം ഉണ്ടാവില്ല. അതെ. ഇന്ന് ഏറ്റവും കൂടുതൽ രോഗം ഉണ്ടാകുന്നത് തന്നെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. മാർക്കറ്റിൽ കാണുന്ന പലതരത്തിലുള്ള ബ്രാൻഡുകൾ, എത്രയോ ബ്രാൻഡുകൾ കേരള ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് പോലും നിരോധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും അത് വേറൊരു കുപ്പിയിൽ പുതിയ വേറെ ബ്രാൻഡായിട്ട് വീണ്ടും അത് വരും. കുറച്ചു കാലം വീണ്ടും അത് നിൽക്കും. അങ്ങനെയാണ്. പക്ഷേ ഞാനിത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഉദ്ദേശമില്ല എന്ന് പറഞ്ഞാൽ ഷോപ്പ് അന്തരം പോയിട്ട് കൊടുക്കുക, അതിങ്ങനെ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം നടത്തുക എന്നുള്ള ഒരു ഇതെനിക്ക് ഇല്ല. പക്ഷേ നമ്മളത് അറിഞ്ഞിട്ട്, അതിൻ്റെ ഗുണം അറിഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ട് വാങ്ങിയിട്ട് അവർക്ക് നല്ലതാണെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ അവരത് വാങ്ങിക്കുക, ഉപയോഗിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ക്ലൈൻ്റായി എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അത് കുറച്ച് പൈസ അധികമായാലും അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾ തയ്യാറാണ്. ഇന്നത്തെ മാർക്കറ്റിൽ കിട്ടുന്ന കൊപ്പര വെച്ചിട്ട് നമുക്കത് ആട്ടി വെളിച്ചെണ്ണ ആക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലാഭവും അതിൽ നിന്നുണ്ടാവില്ല എന്നതാണ്. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ മെഷീനിൽ 1 കിലോ കൊപ്പര വെച്ചിട്ട് എത്ര എണ്ണ കിട്ടുന്നത്, എത്ര പെർസെൻറ്റേജാണ് കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത്രയ്ക്ക് ശുദ്ധമായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകില്ല എന്നുള്ള കാര്യം 100% ഉറപ്പുണ്ട് അതിൽ. കാരണം ഞാൻ ഈ മേഖലയിലേക്ക് വന്നത് തന്നെ 1-2 നല്ല ഉദ്ദേശം കൂടിയുണ്ട്.
കാരണം നമ്മുടെ മാൻ പവറാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇത് മാൻ പവറാണ്. ഈ മാൻ പവർ വെക്കിട്ട് അമേരിക്ക, അതുപോലെ തന്നെ ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ, അറബ് കൺട്രീസ്, ഇതൊക്കെ നമ്മളെ മാൻ പവർ കൊണ്ട് ബിൽഡപ്പ് ആയതാണ്. കാരണം നമുക്ക് അത്രയും കഴിവുണ്ട്, നമ്മുടെ ചിന്താശക്തി. പക്ഷെ നമ്മളെ നാട്ടിൽ നിന്ന് ആരും ചിന്തിക്കലില്ല. പുറത്ത് പോയി ഒരു സംഗതിയും നാട്ടിൽ തുടങ്ങൂല. ഒന്നാന്ന് വെച്ചാൽ കറേജില്ല, ധൈര്യമില്ല. ഭയങ്കര, എനിക്കടക്കം ഭയമായിരുന്നു. കാരണം ഇപ്പോഴും ഭയമാണ്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മളെ ആൾക്കാർ എന്ത് ചെയ്യും, എങ്ങനെ പിന്തുടരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഭയം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നേ ഇല്ല, നോക്കുന്നില്ല. ആ ഒരു കറേജിൻ്റെ പുറത്താണ് മുന്നോട്ടേക്ക് തന്നെ നീങ്ങാന്നുള്ളത്. അപ്പോൾ സത്യസന്ധമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പം അതിൻ്റെ മുമ്പിൽ ഒരു തടസ്സങ്ങളും ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ മായം മനസ്സിലാക്കാൻ പറ്റൂല. ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയൊരു കാര്യം, കാരണം ഒരു വെളിച്ചെണ്ണ, ഇപ്പോൾ ഈ വെളിച്ചെണ്ണേൻ്റെ നിറം നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും? നിറം നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിറം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലായിട്ട് ഇത് പ്യൂർ വൈറ്റ് കളറാണ്. അതെ, ഇതൊരു വെള്ളം മാതിരി ഇല്ല, വൈറ്റ് കളറാണ്, നിങ്ങൾ പ്യൂറാണ്. ഇതെന്താന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേകത കൊപ്പര, നല്ല കൊപ്പര, സെലക്റ്റീവ് കൊപ്പര ചെയ്തിട്ട് നമ്മൾ അടിക്കുന്ന ഒരു സാധനം. ഇത് നാച്ചുറലായിട്ട് ഉണങ്ങിയിട്ട് നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ അടിക്കുന്നത്. പക്ഷേ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കൊപ്പര, റെയിൻബോ നമ്മൾ ഇതിന് പേരിട്ടിരിക്കുക. ഇതിൻ്റെ പേര് ഒലിയൻസ് റെയിൻബോ എന്നാണ്. നമ്മളെ എല്ലാ അക്കൗണ്ട്സിൽ വരുമ്പോൾ റെയിൻബോ എന്ന്. കാരണം വെച്ചാൽ മാരിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴവില്ല, കുറേ ആൾക്കാരെ കൊപ്പര, പലതരത്തിലുള്ള കൊപ്പര, അതൊക്കെ നമ്മൾ ഉണക്കി പൊടിച്ച് അത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 150ൻ്റെ മുകളിലേക്ക് ഹീറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഹീറ്റ് കൂടുമ്പോൾ ഇതിന് കളർ മാറും. ഇത് ഹീറ്റ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ക്ലിയർ ഇത് മെഷീനിൽ ഇതിനടിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണാം, ഊർന്നിട്ട് താഴ്ന്നിട്ട് അതിൻ്റെ ഇത് നിൽക്കുന്നത്. അത് മാത്രമല്ല, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നില്ല, ഫിൽറ്റർ ചെയ്യുന്നില്ല. ഇത് ഫിൽറ്റർ ചെയ്യാത്ത സാധനം, നാച്ചുറലായിട്ട് ചെയ്ത സംഭവമാണ് ഇത് നാച്ചുറലാണ്. ഇത് നിങ്ങൾക്ക് കുടിക്കാം, ശരിക്കും പറഞ്ഞാൽ കുടിക്കാം. ഇത് കുടിക്കാം, ഒരു രാവിലെ ഒരു സ്പൂണ് കുടിച്ചാൽ ഔഷധമാണ്. പക്ഷേ ഇത് മറ്റുള്ള നല്ല പലതരത്തിലുള്ള കൊപ്പരകളും യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ട് ഇത് ഫിൽറ്റർ ചെയ്തിട്ട് വരുന്ന സാധനം. അതാണ് രണ്ട് ഡിഫറൻറ്റ്. ഇത് ആൾക്കാർ കൊണ്ടുപോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് തേക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടി, മരുന്നിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകുന്ന ഇതാണ്. ഇതിൽ വേറൊരു പ്രത്യേകം ഞാനൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇത് കൃഷ്ണഗിരി ആയുർവേദ എന്ന് പറയുന്ന നീലാംബരിൻ്റെ ഒരു ഹെയർ ഓയിലാണ്. ഇവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഓയിലാണിത്. ഇവരുണ്ടാക്കുന്ന ഈ ഓയിൽ ഉപയോഗിച്ചിട്ടാണ്. ഇത് പാലക്കാടാണ്. ഇതിൻ്റെ അഡ്രസ്സ് ഇതുണ്ട്, കൃഷ്ണഗിരി ആയുർവേദ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒരു സുപ്രീം കോടതി വക്കീലിൻ്റെതാണ്, ഉടമസ്ഥതയിലുള്ളതാണ്. ഇത്രയും ക്ലാരിറ്റി ഉള്ള നിങ്ങൾക്ക് ഇതിൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, ഇതിൽ വിളിച്ചു ചോദിച്ചാൽ മതി. ഏത് ഓയിലാണ് പാലക്കാട് നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അവർ പറയും ഒലിയൻസ് എന്ന് പറയും. അവിടെയൊക്കെ പാലക്കാട് മുതൽ ഇങ്ങത്തോളല്ല ഒരുപാട് മില്ലുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ അവർ ടെസ്റ്റ് ചെയ്ത് അവർക്ക് അത് ബോധ്യമായതിന് ശേഷമാണ് ഈ പ്രൊഡക്റ്റ് അവരിറക്കി. അത്രയ്ക്ക് വിശ്വാസം, അതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ എവിടെയെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾ? ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഈ ഓയിൽ ചെയ്യുന്നത് ഒന്ന് പാലക്കാട് ഈ കമ്പനി കൃഷ്ണഗിരിക്കാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബോംബെ ബേസ്ഡാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ ചെയ്യുന്നില്ല, കാരണം നമുക്ക് കോമ്പറ്റീഷനാണ്. അവിടെയുള്ള എല്ലാവരും നമ്മളെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വന്നിട്ട് എങ്ങനെയെങ്കിലായിട്ട് ഇല്ലാണ്ടാക്കും. പക്ഷേ അതിന് മറികടന്നിട്ട് നമ്മൾ വേറെ രീതിയിലുള്ള മാർക്കറ്റിംഗ് സിസ്റ്റം. ഒരു ക്ലയൻറ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകില്ല. അവർക്ക് അതിൻ്റെ ഗുണം എന്താ, ഒന്ന് നമ്മുടെ ഡീൽ അങ്ങനെയാണ്. അപ്പോൾ മാർക്കറ്റ് പതിയെ വന്നാലും അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് തെങ്ങിൽ നിന്നുള്ള പ്രൊഡക്റ്റാണ്. ഞങ്ങൾ ഉദ്ദേശവും തെങ്ങ് പോലെ തന്നെയാണ്. കാരണം അതിൻ്റെ വേര് 3-4 വർഷത്തേക്ക് താഴോട്ടേക്കാണ് പോകുന്നത്. എന്നാലും ഉയരത്തിൽ പോയി അതിൽ നിന്ന് തേങ്ങകൾ കൂടുതലായിട്ട് ഉണ്ടായി. അതാണ് നമ്മുടെ ഒരു ഇതാണ്. താഴോട്ടേക്ക് വേര് അത് പതുക്കെ വന്നാൽ മതി, നമുക്ക് അത്ര ഒരു ഇതില്ല. അതുകൊണ്ട് നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവമില്ല. പിന്നെ ഇതിനോടൊപ്പം വേറൊരു കാര്യം കൂടി നമുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തൊഴിൽ മേഖലയിലേക്ക്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരാണെന്നുള്ളത്, തൊഴിൽ മേഖലയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ മെഷീൻസും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് തന്നെ ഈ ഓളിയൻസിൻ്റെ തന്നെ അല്ലേ? ഇപ്പോൾ ഒരു സംരംഭകൻ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് എന്തൊക്കെയാണ് കൊടുക്കുക? ഇപ്പോൾ കൊപ്പര യൂസ് ചെയ്യേണ്ടത്, കൊപ്പര ഏത് സെലക്ട് ചെയ്യണം, എങ്ങനെ സെലക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. അല്ല മെഷീൻ മാത്രമാണോ സപ്ലൈ ചെയ്യുന്നത്? മെഷീൻ മാത്രമല്ല സപ്ലൈ ചെയ്യുന്നത്. ഒരു ആശയം മാത്രം നമ്മൾ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു മെഷീൻ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. അവർക്കൊരു ആശയം കൊടുത്ത് ആ ആശയത്തിൻ്റെ പുറത്ത് അവരൊരു എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്
എവിടെ നിന്നാണ് ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നത്, ഇതിലെ ബൈ പ്രോഡക്റ്റ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, ഞാൻ ഈ കഴിഞ്ഞ ഒരു 2012 മുതൽ ഞാൻ പല സ്റ്റേറ്റുകളിലേക്കും യാത്രയായിരുന്നു. അപ്പോൾ എൻ്റെ നാട്ടുകാർ പൊതുവേ പറയും അവനെപ്പോഴും യാത്രയാണ്, അവനെപ്പോഴും ടൂറാന്ന്. അവർ വിചാരിച്ച് ഞാൻ ടൂർ ചെയ്യാന്ന്. പക്ഷേ എൻ്റെ മനസ്സിൽ അടങ്ങാത്ത ഒരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ കുറച്ച് കാലം മുമ്പ് വരെ അല്ലെങ്കിൽ ഇപ്പോഴും പല മില്ലുകളും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മെഷീനറീസ്, ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ മെഷീനറീസ്, ഒരുപാട് സ്ഥലം, അത്രയും. പിന്നെ എൻവയോൺമെൻറ്റ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് എന്നുള്ള ലൈസൻസിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുന്നതിനെ കുറിച്ചിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ ചെറുതായി കിട്ടുമോ, ഇതിൻ്റെ എല്ലാവരും നാനോ ടെക്നോളജി, മൈക്രോ നാനോ ടെക്നോളജിയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയും കേരളവും ഇപ്പം പഴയ ആ മെഷീനും പഴയ എല്ലാം വമ്പ വലുതായിട്ട് കാണണം. മെഷീനും അതാണ് അവരെ നമ്മളെ ഒരു മനസ്സിൽ. നമ്മളൊരു ലോക്കല് മില്ലിൽ പോയാലും കാണുന്നത് ഈ മെഷീനും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങനെ. അപ്പോൾ അങ്ങനെ 2012 ഞാൻ ഡൽഹിയിലൊരു എക്സ്പോന് പോയി. ഡൽഹി എക്സ്പോന് പോയപ്പോഴാണ് അവിടെ ഇങ്ങനെയുള്ള ഈ ഒരു മെഷീൻ കണ്ടത്, ഈ ഒരു മെഷീൻ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ബോംബെയിൽ എക്സ്പോയിൽ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇതിനേക്കാളും വേറെ രീതിയിലുള്ള ഒരു സാധനം കിട്ടി. അപ്പോൾ ഞാൻ കുറേ തരത്തിൽ പഠിച്ചു. പിന്നെ ഞാൻ കോയമ്പത്തൂർ ഒരുപാട് തവണ പോയി. കോയമ്പത്തൂർ പോയപ്പോൾ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർ നമ്മളെന്താ പറയുന്നത് അത് ഉണ്ടാക്കി തരും. ആ ഒരു ഇതാണ് നമ്മൾ, അവർക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും മുമ്പ് അതുപോലത്തെ ഉണ്ടാക്കി തരും. അത്രയാണ് ചൈന പറയുന്ന പോലെ. അതെ, എല്ലാ സാധനവും ഉണ്ടാക്കി തരും. അവർക്കറിയാത്തൊന്നുമില്ല, അവർക്ക് എല്ലാം അറിയാം. അവരുണ്ടാക്കി തരും. കിട്ടി എന്നുള്ള രീതിയിലാണ് അവരെ ഒരു ഇത്. അപ്പം ഞാൻ അവിടെ ഒരുപാട് കമ്പനീസിൽ അത് ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ, ബോംബെയിൽ, ഗുജറാത്തിൽ, എല്ലാ സ്ഥലങ്ങളിലും ഞാനിങ്ങനെ കറങ്ങി നടന്ന് അവസാനം ഡൽഹിയിലുള്ള ഒരാളുമായിട്ട് പരിചയമായി. മൂപ്പരായിട്ട് കണ്ട് അവരായിട്ട് സംസാരിച്ച് അവരാണ് ഇതിൻ്റെ ഇമ്പോർട്ട് ചെയ്യുന്നത്. ചൈനയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അവർ ഓഫീസിൽ പോയി അവരായിട്ട് ഡീലായി. എന്നിട്ടാണ് അവിടെ നിന്നാണ് ഞാനിത് അവരായിട്ട് ഫസ്റ്റ് മെഷീനിൽ ഞാൻ പോകുന്നത്. എൻ്റെ നമ്മളെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എൻ്റെ കൂടെ എപ്പോഴും എല്ലാ യാത്രയിൽ ഉണ്ടാകാറുണ്ട്. മൂപ്പരാണ് നമ്മളെ ഒരു വഴികാട്ടി എന്ന് പറയും. ഹാജറ മുഹമ്മദ് അലി ഹാജി എന്ന് പറയും. മൂപ്പരാണ് നമ്മളെ ഒരു എന്താ പറയുക, എല്ലാം മൂപ്പരെ ഒരു ഇതാണ്. നമ്മളെ ഒരു പവർ സ്ട്രെങ്ത് എന്തിനും മൂപ്പരത്തിലുള്ള പ്രചോദനം. അത് മൂപ്പരാണ് സത്യത്തിൽ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് വീണ്ടും ഞാനിങ്ങനെ അഡ്വാൻസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് തന്നെയാണ് ക്യാഷ് എടുത്തിട്ട് കൊടുത്തത്. ബാക്കിയൊക്കെ വരുന്നിട്ട് കാണാൻ വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ള ആ ഒരു കറേജ്, ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാനിത് തുടങ്ങിയത്. പക്ഷേ ഇവിടെ തുടങ്ങി പഴയങ്ങാടിയിലാണ് ആദ്യമായിട്ട് തുടങ്ങിയപ്പം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി എനിക്ക്. കാരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, കാരണം ഈ മെഷീനെ കുറിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആർക്കും അറിയില്ല. ഇത് ഏത് തരം കൊപ്പരയാണ്, എങ്ങനെയാണ് എടുക്കേണ്ടത്. നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യം, എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഇത് ഇതാക്കേണ്ടത്. ഞാൻ 5 കിലോ കൊപ്പര വാങ്ങിയിട്ട് അടിച്ചപ്പം ഞാനൊരു 3-4 മണിക്കൂർ ഈ 5 കിലോ കൊപ്പരയായിട്ട് ഇങ്ങനെ കറങ്ങി നടന്ന് എണ്ണ വരുന്നില്ല. അങ്ങനെ ഒരു 3-4 മാസം ഞാൻ അതുമായിട്ട് മല്ലിട്ട് യുദ്ധം ചെയ്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും. കാരണം ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കൊപ്പരക്ക് മാത്രമല്ല, നമ്മുടെ എള്ളെണ്ണ, അതുപോലെ തന്നെ കടല, ഇങ്ങനെയുള്ള ചെറിയ ഇതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാനത് കൊപ്പരൻ്റെ ഇതിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പഠനം അത് വെച്ച് നടത്തി. അതെനിക്ക് സക്സസ് ആണെന്ന് തോന്നി. അതിനുശേഷം ഞാൻ പഴയങ്ങാടിയിൽ മടപ്പള്ളിൻ്റെ മുമ്പിൽ ആദ്യമായിട്ട് ഈ സംരംഭം അവിടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു. ഇന്ന് 3ാമത്തെ വർഷമാണ്. ഏകദേശം 5ഓളം സ്ഥാപനങ്ങൾ കാരണം കൊടുത്തിട്ടുണ്ട് ഞാൻ. ഓരോ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ ഇന്ന് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്ന് നിങ്ങളെ തൊട്ടടുത്ത പ്രദേശത്തെ ഒരു മാട്ടൂർ കഴിഞ്ഞ ജനുവരിയിൽ ഓപ്പൺ ചെയ്തു. ഞാനിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. നിങ്ങൾ വിളിച്ചപ്പോഴും അവിടെ നിന്നാണ് വരുന്നത്. അവിടെ നല്ല ഇത് എന്താണ്, അവിടെ ഇഷ്ടംപോലെ തെങ്ങുണ്ട്. അത് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർ ഈ മായമില്ലാത്ത വെളിച്ചെണ്ണ അവരെ കൊപ്പര കൊണ്ടുവന്നിട്ട് ആട്ടിക്കിട്ടി നമ്മൾ വെളിച്ചെണ്ണ കൊടുക്കുന്നത് ഒരു മായമില്ലല്ലോ, അതിൽ നമുക്കൊന്നും ചേർക്കാനില്ലല്ലോ. അപ്പോൾ അത് അവർക്ക് തന്നെ കിട്ടുന്നത്, അത് ഉപയോഗിക്കട്ടെ. അപ്പോഴാണ് അതിൻ്റെ അവർ ഇത്ര നാൾ ഉപയോഗിച്ചത് വെളിച്ചെണ്ണയാണോ ഇപ്പോൾ ഉപയോഗിച്ചാണോ വെളിച്ചെണ്ണ എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എൻ്റെ എണ്ണയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ എനിക്കൊരു ഏകദേശം 5ഓളം എൻക്വയറി വന്നിട്ടുണ്ട്. ഈ മെഷീന് വേണ്ടിയിട്ട് 5ഓളം എൻക്വയറി വന്നിട്ടുണ്ട്. അതിലൊരു ടീച്ചറും ഭർത്താവും വന്ന് എനിക്ക് അഡ്വാൻസ് തന്നിട്ടുണ്ട്. അവർക്ക് ഈ മാസം തന്നെ മെഷീനും 2 മെഷീനാണ് വരുന്നത്. 2 മെഷീൻ അവർക്ക്. പിന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത് മെഷീൻ ചെറുതാന്നുള്ളതാണ്. ഇത് കൊപ്പര എന്ന് പറയുമ്പോൾ എല്ലാവരും മൈൻഡിൽ പോകാൻ വലിയൊരു മെഷീൻ, അതിൽ കൊപ്പര ചാക്ക് തട്ട അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ്. പക്ഷേ ഇവിടെ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ചെറിയൊരു മെഷീൻ നമ്മൾക്ക് എങ്ങനെ ചെറിയൊരു സംരംഭകന് നല്ല സുഖമായിട്ട്
ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ നിങ്ങളിവിടെ വരികയാണെങ്കിൽ മെഷീന് തരും, എങ്ങനെ യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണം, എപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തരും. അതുപോലെ തന്നെ വെളിച്ചെണ്ണക്ക് ഒരു മടിയും കൂടാണ്ട് കോൺടാക്ട് ചെയ്തോ. ഇനിയിപ്പോൾ ആൾക്ക് വെളിച്ചെണ്ണ മാത്രം വേണ്ടെങ്കിൽ ഓഡിയൻസിനെ കോൺടാക്ട് ചെയ്യുക. ഇവരെ പിന്നെ ഇപ്പോൾ സ്ഥാപനങ്ങളുള്ളത് പഴയങ്ങാടി, മാട്ടൂൽ, അതുപോലെ പഴയങ്ങാടി, മാട്ടൂരാണ് നമ്മൾ മെയിനായിട്ട്. മാടായി മാട്ടൂരാണ് മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ തൃക്കരിപ്പൂർ പഞ്ചായത്തിലുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര പ്രദേശത്തേക്ക് ഞങ്ങൾ ഇത് മെഷീനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ കയറ്റിയാക്കുന്നത് പാലക്കാടേക്ക്, പാലക്കാട്, ബോംബെ, ഗുജറാത്തും ഇപ്പോൾ ചെന്നൈയും കൂടിയിട്ട് ഇപ്പോൾ സാമ്പിൾ അയച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ നെക്സ്റ്റ് മന്തിൽ തന്നെ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മളെ പോലത്തെ ആൾക്ക് ഒരു മോട്ടിവേഷനാണ്. കാരണം തകർന്നടിഞ്ഞ് ബിസിനസ്സിൻ്റെ എല്ലാ മേഖലയിലും പോയി തകർന്നടിഞ്ഞ് നിന്ന ഒരാളാണ് ഇപ്പോൾ ബിസിനസ്സിന് സംരംഭകനായിട്ട് നിൽക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ വന്നപാട് മൂപ്പരെ ടാബിളൊന്ന് ശ്രദ്ധിച്ച് അതും കൂടി ഞാൻ വീഡിയോയിൽ കാണിക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ആ സീനില്ലേ, അതന്നെ. ഐ ആം എ ബില്യനെയർ. ഐ ഹാവ് എ ബില്യനെയർ മൈൻഡ് സെറ്റ്. നമുക്കില്ലാണ്ട് പോയതും ഇതാണ്, നമുക്ക് വേണ്ടത് ഇതാണ്. ഒരു ബില്യനെയർ എങ്ങനെ ആവാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ അവിടത്തേക്ക് എത്താൻ വേണ്ടി പറ്റൂ. അതിനൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. കാരണം 1 കോടി ഉറുപ്പിക എനിക്ക് കയ്യിൽ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ അടുത്ത് 1 കോടി കിട്ടിയ, പണ്ടൊക്കെ ലോട്ടറി അടിച്ചിട്ട് 1 കോടി അടിച്ചെന്ന് പറഞ്ഞാൽ അവർ അന്നേരം ബോധം കെട്ട് വീണ് അറ്റാക്കായി മരണപ്പെട്ടതൊക്കെ വാർത്തകൾ കേൾക്കാം. അത് മൈൻഡ് സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. നമുക്കൊരു കോടി കിട്ടുന്നത്, 1 കോടി ഉപയോഗിക്കുന്നത് നമ്മൾ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി നമ്മളത് ചെയ്ത് നമ്മളത് ഇമേജിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി എത്ര കോടികൾ വന്നു കഴിഞ്ഞാലും നമുക്കതൊരു ഇഷ്യൂസ് ഉണ്ടാവില്ല, നമുക്കൊരു പ്രോബ്ലംസ് ഉണ്ടാവില്ല. നമ്മൾ ആരും തന്നെ, എനിക്ക് ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു ആളെന്ന് പറഞ്ഞാൽ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാം സാഹിബ് സർ. മൂപ്പര് ഇപ്പം പറയുന്നുണ്ട് ഡ്രീം, ഒരു സ്വപ്നം കാണുന്നുണ്ട്. നമ്മളെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ യുവാക്കൾക്ക് ഇല്ലാതെ പോയൊരു സാധനമാണ് സ്വപ്നം എന്നത്. ഡ്രീം, സ്വപ്നങ്ങൾക്ക് കാണുന്നതിന് സ്വപ്നം സൗജന്യമാണ്. അതായിരിക്കും അറിയില്ല. കാണുമ്പോൾ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ വലിയ സ്വപ്നം കാണുന്നത്. അങ്ങനെ കുന്നോളം ആഗ്രഹിച്ചാലേ കുരുവോളം കിട്ടുമെന്ന് നമ്മുടെ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കുരുവോളം കൂടി ആലോചിക്കില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അത് കൃത്യമായിട്ട് വെൽ പ്ലാനോട് കൂടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടത്തേക്ക് എന്തായാലും എത്തും. അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പൗലോ കൊയ്ലോ എന്ന് പറയുന്ന ബ്രസീലിയൻ നോവലിസ്റ്റ് എഴുതിയ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. അതിൽ വേറൊരു പ്രചോദനം ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ ഇതിൽ നല്ലൊരു പ്രചോദനം ഉണ്ടായിട്ടുള്ള ബുക്കാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സാഹചര്യം, ആ ഏരിയ അല്ലെങ്കിൽ അവരെല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവുന്നതാണ്. അതിൻ്റെ ചുറ്റിപ്പറ്റി കിടക്കുന്ന മുഴുവൻ ആളുകളും അതിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സ്റ്റാഫായാലും ശരി, എൻ്റെ കൂടെ ഫ്രണ്ട്സായാലും ശരി, ഇവരൊക്കെ അങ്ങനെയാണ്. എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്ഥാപനത്തിൻ്റെ തന്നെ ബാക്ക് ബോണാണ് അത്താവുക എന്ന് പറയുന്നത്, മാട്ടൂരിലുള്ള. അതുകൊണ്ട് തന്നെയാണ് മൂപ്പര് മാട്ടൂരിനെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട്. കാരണം മൂപ്പര് ഭയങ്കര നിർബന്ധം മാട്ടൂർ ഒന്ന് തുടങ്ങണം എന്നുള്ളത്. ഇപ്രാവശ്യം മൂപ്പര് ലീവിന് വന്നപ്പോൾ ഖത്തറിൽ എൻ്റെ കൂടെ ഉണ്ടായതാണ്. ലീവിന് വന്നപ്പോൾ അവിടെ, അതുകൊണ്ടാണ് ഞങ്ങൾ ജനുവരി 24 തന്നെ അവിടെ ഓപ്പൺ ചെയ്തത്. ഇതിൻ്റെ ഒരു ബാക്ക് ബോണാണ്. എൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മുഹമ്മദ് ഹാജി സാഹിബിന് പറഞ്ഞതുപോലെ, അതുപോലെ ഒരു ബാക്ക് ബോണാണ്. കാരണം നമ്മളൊരു സമപ്രായക്കാരാണ്. മുഹമ്മദ് ഹാജിക്ക് കുറച്ചും കൂടി ഒരു പക്വതയിലുള്ള ആളാണ്. അതാണ്. പിന്നെ വിജയം, ഒരു സംരംഭകൻ്റെ വിജയം എന്ന് പറയുന്നത് കുളക്കടവിൽ നിന്നിട്ട് നീന്താൻ അറിയാത്ത ഒരാൾ കുളക്കടവിൽ നിന്നിട്ട് എത്ര കാലം നിന്ന് കഴിഞ്ഞാലും അദ്ദേഹത്തിന് എന്താണ് നീന്തലെന്ന് അറിയില്ല. നമ്മൾ അതിലേക്ക് ഇറങ്ങുക എന്നുള്ളത്. 1 സ്റ്റെപ്പ് ഇറങ്ങി, 2 സ്റ്റെപ്പ് ഇറങ്ങി, അപ്പോഴും മറ്റുള്ളവരെ കൂടുതലുള്ളവർ സഹായിക്കും, ഹെൽപ്പ് ചെയ്യും. നീന്താൻ അറിയില്ലേ ചോദിക്കും, നീന്താൻ പഠിപ്പിക്കും. ഇങ്ങനെയൊക്കെയാണ് നീന്താൻ പഠിക്കുന്നത്. ഇനി സൈക്കിൾ ഓടിക്കാനായാലും ശരി, എല്ലാം നമ്മളിതൊന്നും ഇറങ്ങില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് TV കണ്ട് അല്ലെങ്കിൽ മൊബൈലിൽ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ നോക്കി സമയം കളഞ്ഞിട്ട് നമ്മൾ ഒരു സ്വപ്നം കാണുന്നില്ല. നമുക്കൊരു സംരംഭകത്തിൻ്റെ മനസ്സുമില്ല. ഒന്ന് ഇഫ് യു ഹാവ് എ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിനിയർ മൈൻഡ് സെറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു സംരംഭകനാകാം. ഇപ്പം ഞാൻ എൻ്റെ സാധനം ദുബായിലൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുവന്നാൽ ഫാമിലീസ് പോകുമ്പം 10, 5, 10 പാക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇത് വേറെ തന്നെ സീൽഡ് പാക്ക് ആക്കിയിട്ട് കൊടുക്കും. അത് പാക്കേജ് സിസ്റ്റം ഉണ്ട്, ഇടാം. പാക്ക് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അത് വേറെ പൗച്ചും കാണുന്നുണ്ട്. പൗച്ചുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഇതിയാക്കുമ്പോൾ ഇവിടെ തന്നെ എല്ലാം ഇതിൻ്റെ അകത്ത് ചെറിയ ആകെ ഉള്ളത് എത്ര സ്ക്വയർ ഫീറ്റാണ്? പകുതി ഒരു 100 സ്ക്വയർ ഫീറ്റ് സ്ഥലവും 1.5 ലക്ഷം ഉറുപ്പികയും
നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു സംരംഭകനാകാം. അത് ഞാനൊരു സംരംഭകനാക്കിക്കും. അതാണ് നമ്മൾ ചെറിയൊരു കോക്കനട്ട് ഓയിലിൻ്റെ ഷോപ്പിലാണ് വന്നത്. എന്തൊക്കെ കിട്ടി? ഒരു ജീവിതകാലം കിട്ടേണ്ട മുഴുവൻ മോട്ടിവേഷൻ കിട്ടി, സ്റ്റോറി കിട്ടി. അതാ പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരുമായി നമ്മൾ ബന്ധപ്പെടുക, എന്നാൽ പിന്നെ നമ്മളും ഇതുപോലെ വിജയത്തിലേക്ക് എത്താനുള്ള ഒരു വഴി ഉറപ്പായിട്ട് കണ്ടെത്തും. ദൈവം കാണിച്ചു തരും, വഴി വെട്ടിത്തരും. നമ്മൾ ആ വഴിയിൽ നിന്നാൽ മതി. നമ്മൾ ആ വഴിയിൽ പോലും നിൽക്കൂല. നമ്മൾ അടുത്ത വീട്ടിലെ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. അതെ അതെ. ഞാൻ ഈ കണ്ട കാലം അത്രയും യാത്ര ചെയ്തതും ടൂർ പോയതെന്നാണ് എൻ്റെ നാട്ടുകാർ നോക്കിയത്. അപ്പോൾ അവർക്ക് ഞാനിങ്ങനെ പോകുന്നത് എന്തിനാണെന്ന് പോലും ആരും എന്നോട് അന്വേഷിച്ചിട്ടില്ല. പിന്നെ അവർക്കറിയാം, ഒരു കാര്യം അറിയാം, ഇവർ ഇന്ന് ഡൽഹിയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ബോംബെയിലായിരിക്കും. അത്രയും ഫാസ്റ്റാണ്, അത്രയും ഇതാണ് എന്നുള്ള കാര്യം എൻ്റെ നാട്ടിലേക്ക് നല്ല എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സ് തന്നെയാണ് എൻ്റെ. അപ്പോൾ ബഷീർക്ക, ഈ ഒരു ഒളിയൻസ് എന്ന ഈ ഒരു കോക്കനട്ട് ഓയിലിൽ തന്നെ നിൽക്കാനാണ് പ്ലാൻ? അല്ല ഇതിൽ വേറെ ബ്രാൻഡ് ഇറക്കുന്നുണ്ട്, അതല്ല വേറെ എന്തെങ്കിലും പ്രൊഡക്ട്സിലേക്ക് ഇറങ്ങുന്നുണ്ട്? എന്താണെന്ന് വിശദീകരിക്കണം. 2014 ഞാൻ ഒരു ചെറിയൊരു സ്ഥാപനം പഴയങ്ങാടിയിൽ തുടങ്ങിയത്. അതിൽ മാടായി ബിസിനസ് ഗ്രൂപ്പ് എന്നാണ് അതിൻ്റെ പേര്. മാടായി ബിസിനസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെത്, അതുപോലെ തന്നെ പിന്നെ അങ്ങാടി മരുന്ന്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ അവിടെ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഒരു പ്രചോദനമായിരുന്നു എനിക്കത്. അങ്ങാടി മരുന്നും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒലിയൻസ് എന്നുള്ള ബ്രാൻഡ് വന്നത്. എൻ്റെ തറവാടാണ്, ഓ ബഷീറിന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ തറവാട് പേരായിരുന്നു ഒലിയൻസ് എന്ന്. ഞാൻ മാടായി പ്യൂർ കോക്കനട്ട് ഓയിലിന് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ നാടിനെ ഫോക്കസ് ചെയ്യാനാണ് തീരുമാനിച്ചത്. അപ്പോൾ എൻ്റെ കൊച്ചുമോളെ മകൾ പറഞ്ഞു, അതല്ല നല്ലത്, നമുക്ക് പല പേരും നോക്കാമെന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അവൾ തന്നെ പറഞ്ഞ്, എൻ്റെ രണ്ടാമത്തെ മകൾ പറഞ്ഞതാണ്, നമ്മൾ തറവാട്ടിൻ്റെ പേര് ഒലിയൻസ് എന്ന് ആക്കിയാലോ എന്നുള്ളത്. അങ്ങനെയാണ് ഒലിയൻസ് എന്നുള്ള തറവാട്. കാരണം നമ്മളെ തറവാടിനെ ആരെങ്കിലും പറയുന്നത്, തറവാടിനെ പറയിപ്പിക്കുന്ന ഒരു പരിപാടിയില്ല. നമ്മളെ തറവാട് അത്രയും നല്ല, നമ്മളെ തറവാടിനെ ആരും പറയിപ്പിക്കില്ലല്ലോ. അപ്പോൾ ആ പറയിപ്പിക്കാത്ത രീതിയിൽ തറവാടിൻ്റെ പേര് തന്നെ ആണ് ഇതിന് യൂസ്. അതാണ് അതിൻ്റെ വീണ്ടും തെളിയിക്കുന്നതാണ്. രണ്ടാമത്തേത് എന്ന് വെച്ചാൽ, ഞാൻ എല്ലാ സ്ഥലങ്ങളിലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല എന്നുള്ളത്, എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള ഔട്ട്ലെറ്റ് വെക്കണം. ഒലിയൻസിൻ്റെ വെളിച്ചെണ്ണ ഇപ്പോൾ മാട്ടൂർ തുടങ്ങിയിട്ടുണ്ട്, പഴയങ്ങാടിയിലുണ്ട്. അവിടെയൊക്കെ ഇനി ഒലിയൻസിൻ്റെ ശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ മാത്രം, കുറച്ച് വില കൂടുതലാണെങ്കിലും അത് വില കൂടുന്നത് നല്ല സാധനം കിട്ടുമ്പോൾ എന്തായാലും വില കൂടും. അപ്പോൾ കുറച്ച് അത് മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, അങ്ങനെയുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ പിന്നെ എള്ളെണ്ണ തന്നെ ഞാൻ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. ഈ മിഷീനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ ഞങ്ങൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളെ വൈദ്യുതി പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈദ്യുതി കടിച്ചു കൊടുക്കുന്നുണ്ട്. കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ അത് നല്ലതായിട്ട് ഇവിടെ തന്നെയുള്ള വൈദ്യുരാണ്. അതുപോലെ തന്നെ പിന്നെ പല ഓയിലുകളും നമുക്ക് 15ഓളം എണ്ണക്കുരു ആട്ടാൻ പറ്റുന്ന മെഷീനാണ്. നമ്മൾ കൊപ്പര മാത്രമല്ല, ഈ ഒരു ചെറിയ സാധനത്തിനെ കൊണ്ട് അതിൻ്റെ ഹീറ്റിംഗ് പ്രോസസ്സ് മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി, വേറൊന്നും അതിൽ ചെയ്യാനില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫ്രാഞ്ചൈസ് കൊടുക്കുന്നുണ്ടല്ല, നിങ്ങൾ തന്നെ? ഞങ്ങൾ തന്നെയാണ് അത് ചെയ്യുന്നത്. അവർ തുടങ്ങുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വന്ന് തുടങ്ങുന്നുണ്ട് അവരെ ബ്രാൻഡിൽ, അവരെ ഇതിൽ അവർ തന്നെ തുടങ്ങട്ടെ. അവരെ ബുദ്ധിമുട്ട്. എൻ്റെ ബ്രാൻഡ് എല്ലാ സപ്പോർട്ട് നമ്മളുണ്ട്, സപ്പോർട്ട്. എനിക്ക് നല്ലൊരു ലക്ഷ്യബോധമുണ്ട്. ഇവിടെയുള്ള ഏകദേശം ഒരു 100ഓളം സംരംഭകരെ ഉണ്ടാക്കലാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്. അതിലിപ്പോൾ ഏകദേശം ഈ കഴിഞ്ഞ ഈ ലോക്ക്ഡൗൺ ആയിട്ട് പോലും ഏകദേശം ഒരു 6ഓളം സംരംഭകരെ ഇപ്പം എനിക്ക് ആക്കാൻ വേണ്ടി പറ്റി. ഇനി 94 ബാക്കിയുള്ളൂ. അത്രേ ഉള്ളൂ. 94 ബാക്കിയുള്ളൂ. അതാണ് എൻ്റെ ഇത്. അതൊരു വലിയൊരു നമ്മുടെ മനസ്സിൽ ആദ്യം ഇനിയും ഉണ്ടല്ലേ 94 എന്നുള്ള ഒരു 94. അങ്ങനെ എനിക്കൊരു പണിയില്ല. കാരണം ഇത് നിങ്ങളാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നത്. എൻ്റെ അടുത്ത് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ വന്നു പറഞ്ഞു, അപ്പോൾ എനിക്കത് ചെയ്യണം എന്നുള്ളത് സമയമായത് ഇപ്പോഴാണെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. നമ്മൾ ആ എടുത്ത എഫേർട്ടിൻ്റെ ഒരു ടൈം ഉണ്ടല്ലോ, റൈറ്റ് ടൈം റൈറ്റ് പേഴ്സൺ ഇപ്പോഴാണ് കാണുന്നത്. അതിന് ദൈവത്തിന് സ്തുതി. അപ്പോൾ ബഷീർ ഖാൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ വീട് ഇങ്ങനെ നീണ്ടു പോകും. ഒരു കാര്യം ഉറപ്പായി, ഒളിയൻസ് വെച്ചടി കയറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഇതേ പോക്കാണെങ്കിൽ. അപ്പോൾ വീഡിയോ നമുക്കെന്നാൽ വൈൻഡപ്പ് ചെയ്തൂടെ? ഓക്കെ. നിങ്ങളൊക്കെ പ്രാർത്ഥനയും
എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം, നിങ്ങളെ സഹായം ഉണ്ടാവണം, സഹകരണം ഉണ്ടാവണം. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇത് ഷെയർ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു ആശയം അവരെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിട്ടാവും, അത് അവർക്ക് എത്തുമ്പോൾ അവരെന്നെ വിളിക്കും, ഞാൻ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തോളൂ. ഓക്കെ, നന്ദി, നമസ്കാരം. ചെറുകിട സംരംഭം വരെ തുടങ്ങാനുള്ളൊരു ചാൻസും കൂടി തന്നിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ മാത്രം ആവശ്യമുള്ള ആൾ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി നമ്മൾക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം.